നമുക്ക് ഷെയർ ലിങ്ക് ചെയ്യാൻ പറ്റും. ഹലോ ബ്രോ, ഞാൻ വീഡിയോയിലാണ്, ഞാൻ ജസ്റ്റ് ആഡായി ഇതിനകത്ത്. ഹലോ ബ്രോ, ഞാൻ വീഡിയോയിലാണ്. എല്ലാ കൂട്ടുകാർക്കും ടെക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഈ അടുത്തിടയ്ക്ക് ഇപ്പോൾ എല്ലാം ട്രെൻഡിങ് ആയിക്കൊണ്ട് എമംഗ് അസ്, മിനി മിലിറ്റി, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട്, മൾട്ടിപ്ലെയർ ഗെയിംസ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കൂടുതൽ പേർ ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന പല ഗെയിംസിനും ഒരു പ്രശ്നമുണ്ട്. ഈ പബ്ജിയിൽ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് സംസാരിച്ചൊരു കൺവീനിയൻറ്റ്, അത് സംസാരിച്ച് കളിക്കുന്ന വേറൊരു ഫീലാണ്. പ്രത്യേകിച്ച് മിനി മിലിറ്റി, എമംഗ് അസ്, ക്രിക്കറ്റ് ഗെയിംസ്, അങ്ങനെ മൾട്ടിപ്ലെയർ കളിക്കുന്ന ഏതൊരു ഗെയിമിലും നമുക്കിനി സംസാരിച്ച് കളിക്കാൻ പറ്റും. അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, പലരും കേട്ട് കാണും. ഡിസ്കോഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. പക്ഷേ പലർക്കും അറിയാത്തതെന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല. അപ്പം ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഡിസ്കോഡ് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യും. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് കുറച്ച് പ്രൊസീജിയറേ ഉള്ളൂ. അതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം ഇനി ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് കളിക്കണം എന്നുള്ളവർ ജസ്റ്റ് വീഡിയോ മൊത്തം ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, ആദ്യം ചെയ്തത് എൻ്റെ ഡിസ്കോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യില്ല, സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഏറ്റവും ടോപ്പിൽ പോകുമ്പോൾ ഒരു 3 ഡോട്ട് ഉണ്ട്, അത് നിൽക്കുക. അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് നിങ്ങളുടെ പേരെല്ലാം അടിച്ചൊന്ന് ലോഗിൻ ചെയ്യുക. അന്ന് നേരെ താഴെ വരുമ്പം വോയിസ് ചാനൽ എന്ന് പറഞ്ഞ സംഭവം ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് വോയിസ് ചാനൽ. വോയിസ് ചാനൽ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നിങ്ങളൊരു സെർവർ ഉണ്ടാക്കണം. അപ്പം വോയിസ് ചാനൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യും, ഇതെടുത്തിട്ട് നേരെ വോയിസ് ചാനൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ വോയിസ് ചാനലിൽ നേരെ തൊട്ട് താഴെ ചാനൽ ടൈപ്പ് എന്ന് കിടക്കുന്നുണ്ടോ. ഇതിനകത്ത് വോയിസ് ചാനൽ എന്നുണ്ട്, ടെക്സ്റ്റ് ചാനൽ എന്നുണ്ട്. നിങ്ങൾക്ക് വോയിസ് സംസാരിക്കണമെങ്കിൽ വോയിസ് ചാനൽ ഇടുക, ടെക്സ്റ്റ് മതിയെങ്കിൽ ടെക്സ്റ്റ് ഇടുക. നമുക്ക് ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം നമ്മളിത് ചെയ്യുന്നതിനെ വോയിസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നേരെ വോയിസ് ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ ചാനലിലൊരു പേര് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ പേര് തന്നെ കൊടുത്തു, വിഷ്ണു എന്ന് കൊടുത്തു. ഓക്കെ, വിഷ്ണു എന്ന് കൊടുത്തു. അതിന് നേരെ സേവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് മണ്ടയ്ക്ക് ടിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ ചാനൽ താഴെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നേരെ വിഷ്ണു കിടക്കുന്നുണ്ടോ ഫ്രണ്ട്സ്? വിഷ്ണു കിടപ്പുണ്ട്. നിങ്ങൾ കാണേണ്ടി ഇതാണ് വിഷ്ണു കിടക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ആ വിഷ്ണുവിനകത്ത് പോവാണ്. ജസ്റ്റ് ആ വിഷ്ണുവിനെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വിഷ്ണുവിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ജോയിൻ വോയിസ് എന്ന് പറഞ്ഞ് വരും. ജസ്റ്റ് ജോയിൻ വോയിസ് നിൽക്കുക. ജോയിൻ വോയിസ് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വോയിസിൻ്റെ താഴത്തേക്ക് സ്പീക്കറിൻ്റെ ചിഹ്നവും വോയിസിൻ്റെ സ്പിന്നവും അങ്ങനെ നമുക്കിപ്പം ഇതെല്ലാം ഓഫ് ആക്കുക ഓൺ ആക്കുക ചെയ്യാം. അതൊക്കെ നോർമൽ കാര്യമാണ്. പിന്നെ സ്പീക്കർ ഓൺ ആക്കാൻ പറ്റും. വേണ്ടില്ല, ഫോൺ സ്പീക്കറെ കേൾക്കാം, ഇങ്ങനെ ചെവി വെച്ച് കേൾക്കാം. അല്ലെങ്കിൽ സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്ന നല്ല ഒച്ചത്തിൽ നമ്മുടെ സ്പീക്കർ ഉപയോഗിച്ച് കേൾക്കാൻ പറ്റും. ഇതൊക്കെ പോട്ടെ. ഇനി അങ്ങനെ ആൾക്കാരെ നമുക്ക് ജോയിൻ ആക്കി നോക്കാം. തൊട്ട് മണ്ടക്ക് ഒരു ആഡ് കോൺടാക്റ്റിൻ്റെ ഓപ്ഷൻ കിടക്കുന്നുണ്ടോ. ജസ്റ്റ് ഈ ആഡ് കോൺടാക്റ്റ് നിൽക്കുക ഫ്രണ്ട്സ്. ജസ്റ്റ് ഞാൻ കാണിക്കാം. നിൽക്കട്ടെ. അയ്യോ, ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇപ്പോൾ ആരോ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ടോപ്പിൽ ആഡ് കോൺടാക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതേ നിൽക്കുക. ജസ്റ്റ് ഇതേ നിൽക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് ഷെയർ ലിങ്ക് ചെയ്യാൻ പറ്റും. ഹലോ ബ്രോ, ഞാൻ വീഡിയോയിലാണ്, ഞാൻ ജസ്റ്റ് ആഡായി ഇതിനകത്ത്. ഹലോ ബ്രോ, ഞാൻ വീഡിയോയിലാണ്. ഓക്കെ, ശരി. വോയിസ് കണക്റ്റ് ആയി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആൾക്കാരെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മണ്ടയ്ക്ക് ടോപ്പിൽ ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ആഡ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, നമ്മുടെ ഈ ഒരു ഡിസ്കോഡിൻ്റെ വീഡിയോ ഇടയ്ക്ക് വെച്ചിട്ട് ഫുള്ള് മിസ്സായി പോയിക്കാണ് ഫയൽ. അപ്പം ഡിസാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മുമ്പെടുത്ത വീഡിയോ ആണ്. ഞാൻ ബാക്കി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ വ്യത്യാസം കാണും. അതൊക്കെ ക്ഷമിക്കുക. ഞാൻ അടുത്തൊരു വീഡിയോ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യം നോക്കാം. ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ആഡ് ബട്ടൺ ഉണ്ട്. ഇതേ ജസ്റ്റ് നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്, ഷെയർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഷെയർ ലിങ്ക് എടുക്കുക. അതിൽ വാട്സാപ്പ് എടുക്കുക. വാട്സാപ്പാണല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്സാപ്പ് എടുത്തിട്ട് നേരെ നിങ്ങൾക്ക് ആരാണോ ഫ്രണ്ട്സ് വേണ്ടത്, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, കണ്ട ഫ്രണ്ട്സ്, ജോയിൻ TTM ടീംസ് ഡിസ്കോഡ് സെർവർ കാണിച്ചല്ലോ. അപ്പം ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് മിനിമൈസ് ചെയ്യുക. ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഫ്രണ്ട് കയറിയെങ്കിൽ അത് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്ത് ഗെയിം ഏതാണ് കളിക്കേണ്ട ആ ഗെയിം ഓൺ ആക്കുക. അപ്പം നേരിട്ട് ജസ്റ്റ് ഒരു ഡിസ്കോഡിൻ്റെ ഒരു ബട്ടൺ വരും, വട്ടത്തിലുള്ള ഒരു സൈഡിൽ ഒരു ബട്ടൺ വരും. എന്നിട്ട് ആ ബട്ടൺ ഉപയോഗിച്ച് ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് ഓൺ ആക്കാൻ പറ്റും, സ്പീക്കർ ഓൺ ആക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കോഡിൽ ആരൊക്കെ ജോയിൻ ചെയ്ത് അവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, സംസാരിച്ച് ഗെയിം കളിക്കാൻ പറ്റും. അഥവാ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓഫ് ആക്കാം, സ്പീക്കർ ഓഫ് ആക്കാം, എല്ലാം ഓഫ് ആക്കാം. സംസാരിക്കേണ്ടത് മാത്രം ഓൺ ആക്കാം. ഈ പബ്ജി കളിക്കത്തില്ല, അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസ് ആയിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പേര് വിഷ്ണു, ടെക് ടോക്ക് മലയാളത്തിൽ നിന്ന് നാളെ വീണ്ടും കാണാം. സി